വീഡിയോ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ലടാ? അതോ കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. Welcome to Bindu's Dreams. ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾ ഇച്ചിരി അത്താഴത്തിൻ്റെ പണിയിലാണ് കേട്ടോ. അപ്പം അത്താഴം ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചേട്ടൻ ഇത്രയും കപ്പ കൊത്ത് നോക്കി തന്നു. ബാക്കിങ്ങൾ നോക്കാൻ തുടങ്ങിയപ്പോൾ ചേട്ടനെ ഞാൻ വേറൊരു പണി ഏൽപ്പിച്ചു. എന്താ ഈ പണിയാണ് ഏൽപ്പിച്ചതാ. നമ്മൾ നുറുക്കിറച്ചി, വെട്ടിറച്ചിയോ എന്തോ അതിൻ്റെ പേര്, കൊത്തിറച്ചി ബീഫ് വാങ്ങിയതാണ് കേട്ടോ. ഇതേ മാക്കൂന് കൊടുക്കാൻ മാറ്റി വെച്ചേക്കണാണേ. ഇതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കഴുകണ്ടേ. അപ്പോൾ നമ്മൾ ഇച്ചിരി കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കപ്പ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അതിന്ന് ആ ഒരു പരാതി എല്ലാവർക്കും ഞങ്ങൾ തീർത്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആ കപ്പയൊക്കെ നമ്മൾ കൊത്തി നുറുക്കി കഴിഞ്ഞേ. ചേട്ടൻ്റെ ജോലിയും ചേട്ടൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ക്യാമറയിൽ നിന്ന് പൊടിയിരുന്നൊക്കെ തുടച്ചു. അപ്പോൾ നല്ല ക്ലാരിറ്റി. ഇവിടെ ഒരു സ്റ്റാൻഡ് വാങ്ങി പിടിപ്പിക്കണം. അപ്പോൾ പാത്രങ്ങൾ അവിടെ ഒത്തിരി വരൂല. ഒത്തിരി പാത്രം മാറ്റാനും ഉണ്ട് നമുക്ക്. അപ്പോൾ ചേട്ടൻ എന്താ ഇറച്ചിയൊക്കെ കുക്കറിനകത്തേക്ക് വാരി വാരി ഇടുവാണ് കേട്ടോ. 2 കിലോ ബീഫല്ലേ ചേട്ടാ? നമ്മൾ പ്യുവർ ബീഫല്ല, വെട്ടിറച്ചി എന്ന് പറയും, കൊത്തിറച്ചി. അതിങ്ങനെ എടുക്കുന്നതിൻ്റെയൊക്കെ ബാക്കി വരുന്നത് അവർ മാറ്റി ഇടും. അതെല്ലാം കൂടെ വെട്ടിക്കൂട്ടി എടുക്കുന്നതാണ്. ഇതാണ് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുന്നത്. എല്ലൊന്നുമില്ല, എല്ലില്ലല്ലോ. ഇതിങ്ങനെ വേണ്ടേ? ഓക്കെ. അപ്പൊ ഇതിന്റെ മണ്ടക്കേക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, സവോള ഇതെല്ലാം കൂടെ നമ്മളതായി ഇട്ട് കൊടുത്തു. എന്താ ചേട്ടാ പറ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടാ പടുപടുന്ന് സംസാരിക്കും, സ്പീഡ് കൂടുതലാ. ഞാൻ സംസാരത്തിൽ ഭയങ്കര ഇഴച്ചില്ല. അപ്പം നമ്മുടെ രണ്ടും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായിപ്പോ. എൻ്റെ കുഴാന്ന് കുഴഞ്ഞിരിക്കും. അന്നത്തേക്ക് സ്പീഡ് അങ്ങ് കൂട്ടി. മഞ്ഞൾപ്പൊടി തുറന്നോളുവോ? കപ്പയ്ക്കും കൂടെ ഉള്ള മഞ്ഞൾപ്പൊടി കൂടുതലിട്ടോ. നമ്മൾ കപ്പയ്ക്കിന് സെപ്പറേറ്റ് അത് മതിയായിരിക്കും അല്ലേ? ഇതെല്ലാം കപ്പയെ ചേർത്തിട്ട് അങ്ങ് ഇളക്കുക. അപ്പം നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ ഇത് മീറ്റ് മസാല, നമ്മുടെ ചില്ലി പൗഡർ, എരിവുള്ള മുളക് പൊടി, കശ്മീരി വേണോ? വേണ്ടല്ലോ. ഗരം മസാല, ഉപ്പ്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. വെള്ളം വറ്റിപ്പോകരുത്. 5-6 വിസിലിന് വേണ്ടിയിട്ടുള്ള വെള്ളം വേണം.
ആയിട്ടില്ല. മതി മതി. ആയിട്ടില്ല. വിസിലടിക്ക് വെള്ളം വേണ്ടേ? അയ്യോ, ആ ബീഫിൽ വെള്ളം വെക്കും അല്ലേ? പ്രത്യേകിച്ച് ഫ്രീസറിലും കൂടെ വെച്ചതാണ് നമ്മൾ. ഓക്കെ, നമുക്കിത് അടച്ച് അടുപ്പത്ത് വെക്കാം. ഇപ്പം നമ്മളിപ്പോൾ എടുത്ത പാത്രം മൊത്തം കഴുകി വെച്ചു കേട്ടോ. ഒരെണ്ണം ചേട്ടൻ കഴുകി, ബാക്കി ഞാൻ കഴുകി. പറ, ഒരെണ്ണം ചേട്ടൻ കഴുകി. ഒരെണ്ണം കഴുകി വെച്ചല്ലോ. ആ, ഒരെണ്ണല്ലേ, 2 എണ്ണം കഴുകി. ആദ്യം ഒരെണ്ണം ചേട്ടൻ കഴുകി. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ കഴുകുവാണോ ഞാൻ കഴുകണോന്ന്. അപ്പം ഞാൻ കഴുകി. അപ്പം തന്നെ ചേട്ടൻ്റെ ഇറക്കി അപ്പുറത്തെ അപ്പം ചുട്ട പാത്രം ചേട്ടൻ കഴുകി. അപ്പം അതേ പാത്രം കഴുകി വെക്കണം. നാളത്തേക്ക് അപ്പം ഉണ്ടാക്കാന്ന് ഓർത്ത് ഇന്നലെ അപ്പം ഉണ്ടാക്കിയ പാത്രം ഞാൻ മാവ് അതിനകത്ത് ഇച്ചിരി അതിൻ്റെ അടിയിലൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ കഴുകിയില്ല. വെളിയിൽ ഞാൻ കേടായി പോകൂലേ? ഓക്കെ, സെറ്റ്, ഡബിൾ സെറ്റ്. ചേട്ടന്റെ ക്ലോസപ്പിൽ ആൾക്കാർ കാണുക, സൂം ചെയ്ത് ചേട്ടന്റെ ഫേസ്. എന്ത് ഡൗട്ടും ചോദിക്കാനുണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ചീഫ് ഷെഫ് ഫ്രം ഉറുമ്പിൽ തറവാട്. അല്ല, അങ്ങനെയൊന്നും കൂട്ടണ്ട. തറവാട് ഇൻ നെയ്ശ്ശേരി. എന്നാ നമ്മൾ അങ്ങനെ ഒന്നുമില്ല. നമ്മളെല്ലാം പല ഭാഗത്ത് ഇതൊന്നും പറയണം. നമ്മളെല്ലാവരും അടുത്ത് പഠിച്ചതാണ്. അപ്പം പിന്നെ നമുക്ക് ആ കത്തി കൊണ്ടു കേട്ടോ. ആ കത്തി കഴുകണം. അതിനാണ് അവിടെ വെച്ചേക്കുന്നത്. നമ്മൾ കപ്പ കൊത്തി നുറുക്കിയ കത്തിയാണ്. ഇവിടെ ഇതുപോലെ തീ കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇറച്ചി ഉണങ്ങാനായിട്ട് ഏകദേശമൊക്കെ ഉണങ്ങി ആയിട്ടുണ്ട്. ഇതുപോലെ 2 ദിവസം കത്തി കഴിയുമ്പോഴത്തേക്ക് സെറ്റ്, ഡബിൾ സെറ്റ്. ഇതൊക്കെ ഉണങ്ങി. ഈ അരികിൽ കിടക്കണേ ഉണങ്ങാനുള്ള കേട്ടോ. ഇതൊക്കെ ഉണങ്ങി ചേട്ടാ. സെറ്റ്. ഇപ്പം കപ്പ വാട്ടാനായിട്ട് നമ്മൾ വെക്കുവാണ്. വെള്ളമൊക്കെ ഒഴിച്ച് കപ്പ വാടിക്കഴിയുമ്പോഴത്തേക്ക് ഇറച്ചി ഒരു 5-6 വിസിൽ വരും. 6 വിസിൽ മതി ഇറച്ചി വേവാൻ. 6 വേണ്ട, 5. സത്യത്തിൽ ഞങ്ങൾ ബീഫ് കുക്കറിൽ വേവിച്ചിട്ടില്ല കേട്ടോ. അല്ലേ, ഇവിടെ വന്നിട്ട് ഞാൻ വേവിച്ചിട്ടുണ്ട്, ബീഫ് വേവിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ എത്ര വിസിലാന്ന് മറന്നുപോയി. ഈ കുക്കറിലാണ് വേവിച്ച. കുടിക്കാം. ചേട്ടൻ എനിക്ക് ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ കഴുകി ഉണങ്ങി വെച്ചൊരു പാത്രമാണ് ഇത്. ഇവിടെ ഇരിക്കട്ടെ. ഇതിനകത്ത് 2 പാത്രം അവിടെ ഉണ്ട്. പാത്രങ്ങൾ ഉണങ്ങാൻ വെച്ചിരിക്കുന്ന ചോറും പാത്രം ഇപ്പം എടുക്കും, ചോറ് വെച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. പാത്രം മുകളിൽ കയറ്റി വെക്കട്ടെ. ഉണങ്ങിയതാ. ചേട്ടൻ എനിക്ക് ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം ഞാനത് കുടിക്കാൻ പോവുക. അപ്പോഴത്തേക്ക് ചേട്ടൻ ഇപ്പം കപ്പ വെള്ളമൊക്കെ ഒഴിച്ചു. ഇത്ര വെള്ളം വേണ്ട ചേട്ടാ. നമ്മളിന്ന് ഫുള്ള് പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടൊക്കെ കഴുകി 2 തവണ പെര കഴുകി നമ്മൾ. ആദ്യം അടിച്ചു വാരി പൊടി കളഞ്ഞു. പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ കഴുകി മോപ്പിന് കഴുകി. അതിനുശേഷം നമ്മൾ ഫ്ലോർ ക്ലീനറും കൊണ്ട് നമ്മൾ തുടച്ച് പോയി നല്ല സൂപ്പറാക്കി വീട്. അപ്പം നമ്മൾ ഈ ജോലി ചെയ്യാൻ കയറുമ്പോൾ വീണ്ടും പൊടിയൊക്കെ സ്വാഭാവികമായിട്ട് കയറും. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിവിടെ വെച്ച് ഉണങ്ങിയിട്ട് കൊണ്ടുവച്ചാൽ മതി. നനഞ്ഞ് അങ്ങോട്ട് വെക്കണ്ട. അതാ അതിനകത്തെ കുത്തി വെച്ചാലേ ആ കടയിൽ നിന്ന് കൊണ്ടുവന്ന പാത്രത്തിൽ കുത്തി വെച്ചാലും മതി. നമുക്കിവിടെ ഒരു തട്ടുണ്ടാക്കണം ചേട്ടാ. ഒരിടത്ത് ബീഫും ഒരിടത്ത് കപ്പയും വേവട്ടെ. ആ നേരത്ത് ഡാൻസിന് ചായ എടുത്തിട്ടുണ്ട്. ചേട്ടനും ചായ കുടിക്കണ്ട്, ഞാനും ചായ കുടിക്കാൻ പോവാ. പ്ലാസ്റ്റിക് ഇടരുത് കൂട്ടാ. അപ്പൊ അതേ നമ്മുടെ കപ്പ വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടാ. എന്തുവായോ? കുഴപ്പമില്ലല്ലോ. എന്തുവായോ? അതെനിക്കറിയാം, പോകുന്നറിയാം. അത്ര അടിക്കരുത്.
എന്നാലും കുഴച്ച് വരുമ്പോൾ ഇതിനകത്ത് ഇനിയുണ്ടോ? ഇതാ നമ്മുടെ ബീഫ് വിസിലൊക്കെ പോയിരിക്കുക. അതിനെ ചേട്ടാ ഒച്ചാട്ടെ. ആ വാ, വെള്ളം പറ്റിയില്ല ചേട്ടാ? വെള്ളം പറ്റിയോ? കുത്തി നോക്കി ഇളക്കണ തവയും കൊണ്ടൊന്ന് കുത്തിയാൽ മതി. നമ്മുടെ നയമ്പ് ഇതായിരിക്കുന്നത്. അടുപ്പത്തേക്ക് വെച്ചിട്ട് വേണം ചൂടോടെ. വെള്ളം ഉണ്ടല്ല ചേട്ടാ? ഇറച്ചി വെന്തോ നോക്കിയ ചേട്ടാ? എന്നാടാ? ആ എന്തോ അതോ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ മാസ്ക്. എന്തോ ചേട്ടാ? എന്നാ ചേട്ടാ? എന്തു? പക്ഷെ നമ്മള് വെള്ളമൊന്നും അങ്ങനെ ഒഴിച്ചില്ലല്ലോ. അപ്പൊ ഇനി ആ വെള്ളം എങ്ങനെ വറ്റിക്കും നമ്മള്? കപ്പയിലേക്ക് ഇട്ടാ മതി അല്ലേ? വെള്ളം അങ്ങ് വറ്റിക്കോളും. തീ കൊടുത്താ മതി. പക്ഷെ കളയാൻ പറ്റില്ല, ഗ്രേവി ഒക്കെ അല്ലേ, ടേസ്റ്റ് പോകും. കപ്പയിലേക്ക് ഇടാം മൊത്തം. ഞാൻ നോക്കിയെന്ന് കൊതി വിട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ നിന്നോണ്ടിരിക്കുക എല്ലിങ്കപ്പ പുഴുങ്ങാന്. ഇപ്പം നമ്മുടെ ഇറച്ചി വെന്തതും എല്ലാം കൂടെ നമ്മൾ കപ്പയിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കപ്പയും ബീഫും. ബീഫിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, അതിവിടെ ചൂട് കൊണ്ട് അങ്ങ് മാറ്റിക്കളും. കൂടെ ഇറക്കി വെക്കും, വെള്ളം അവിടെ. നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. ആയിക്കോളും, പെട്ടെന്ന് വെള്ളം വറ്റും. ഇതിനകത്തുനിന്ന് പെട്ടെന്ന് വറ്റിക്കോളുമായിരിക്കും. എന്നാലും എങ്ങനെ വന്നു ചേട്ടാ ഇത്രോ വെള്ളം? ശരിയാ, അത് വറ്റിക്കോളൂ ഇപ്പൊ തന്നെ. മൂടി വെക്കാതിരുന്നാ മതി. അപ്പോൾ ഇതാ നമ്മുടെ കപ്പ ബിരിയാണിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. നയമ്പൊക്കെ മാറ്റിയിട്ട് നമുക്ക് കപ്പ ബിരിയാണി നമുക്ക് ആദ്യം ചേട്ടനുള്ള കപ്പ ബിരിയാണി നമുക്ക് വിളമ്പാം. ഒരു സൈഡിൽ നിന്നായിട്ട് നമുക്ക് വിളമ്പാം. ഞാൻ പാത്രം എടുത്തില്ല. നീ പാത്രം എടുത്തോണ്ട് വേണാച്ചാ? എന്നാ അത് കപ്പ ബിരിയാണി ഉള്ളപ്പോ നീ എന്തിനാണ് അപ്പം കഴിക്കാനായിട്ട് പോയത്? അതാ അപ്പം ഏതായാലും അപ്പം തീർന്നു. അത് വേണമെങ്കിൽ എടുക്കാം. ബാ 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 ഇച്ചിരി തരാം. കടലയല്ല, ബീഫ്. ഇത് മതിയോ? ഇനി വേണോ? 2 ബീഫ് കൂടെ എടുത്തോ. ബാ ഇവിടെ നീക്കടാ. അപ്പം അതാ നമ്മുടെ കപ്പയും ബീഫും കേട്ടോ. അതുകൊണ്ട് നമ്മളൊരു ടോർച്ചിൻ്റെ ഈ ഒരു വെട്ടത്തിലിരുന്നാണ് നമ്മൾ കഴിക്കുന്നത്. കടല ഒന്നും കുറവില്ലല്ലോ. ഉപ്പുണ്ട്, മസാലയുണ്ട്.
വെള്ളം പാകത്തിനാണ്. ഒരു നാളത്തേക്ക് നല്ലോണം പറ്റും. ഒരു 2 കിലോ കപ്പയ്ക്ക് 2.5 കിലോ അല്ല മേടിച്ചത്. 2.5 കിലോ കപ്പയ്ക്ക് 2 കിലോ ബീഫ്. അത് നല്ല സൂപ്പർ ബീഫായിരുന്നു. അതിലെ കൊടുത്തുന്ന ഞാൻ ചെന്ന് പുള്ളി എടുത്ത് മാറ്റി വെച്ചിരുന്നത്. ആണോ? അത് കഴിഞ്ഞ് ചേട്ടനെ അറിയണാണോ പേഴ്സണലായിട്ടാ? ഞാനിപ്പോൾ അറിയാവുന്ന 3 കൊല്ലമായി. അതായത് കട തുടങ്ങിയ പിന്നെ ഉള്ള പരിചയമാണോ? അല്ലാതെ പേഴ്സണലായിട്ടൊന്നും അറിയില്ല, വീടോ അങ്ങനെയൊന്നും? അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ പിടിച്ച. അപ്പം നമ്മൾ കപ്പയും ബീഫൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മൾ കിടക്കാനായിട്ട് പോവാണ് കേട്ടോ. നമുക്കിവിടെ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ലേടാ? അതോ കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ സ്നേഹം വന്നപ്പോഴത്തേക്കും നമുക്ക് കറണ്ട് വന്നു. അപ്പം നമ്മളിനി കൂടുതൽ വീഡിയോയിലേക്കൊന്നും പോകുന്നില്ല. കറണ്ട് വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, വരുന്നു പോകുന്നു, പോകുന്നു വരുന്നു, ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുക. അതുകൊണ്ട് നമ്മൾ കടന്നു ഉറങ്ങാൻ പോവുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ബൈ.